നമസ്കാരം. പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള യുവജനങ്ങൾ കഴിഞ്ഞ 3 ആഴ്ച കാലമായി സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതുകൂടാതെ ഇന്ത്യയിലെ പല തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രമുഖന്മാരും കോക്രോച്ച് പാർട്ടിയുടെ ഈ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മോദി ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതൊക്കെ പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ലീക്ക് ആയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2026 നീറ്റ് UG എക്സാം ചോദ്യപേപ്പർ, 2024 നീറ്റ് UG എക്സാം ചോദ്യപേപ്പർ, 2024 ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം ചോദ്യപേപ്പർ, 2021 രാജസ്ഥാനിൽ നടന്ന റിക്രൂട്ട്മെൻറ്റ് എക്സാം ഫോർ ടീച്ചേഴ്സ് ചോദ്യപേപ്പർ, 2015 ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ചോദ്യപേപ്പർ. ഈ സമരം നടത്തുന്നതിലൂടെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഉടനടി രാജിവെക്കുക എന്നതാണ്. അവരുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ മോഡി ഗവൺമെൻറ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം മോഡി ഗവൺമെൻറ്റിന് അടിച്ചമർത്താൻ പറ്റില്ല എന്ന് ഇന്നലത്തെ ഒറ്റ ദിവസം നടന്ന പാർലമെൻറ്റിലേക്കുള്ള അവരുടെ മാർച്ച് ശ്രമവും അതിനുശേഷം നടന്ന പോലീസ് ആക്രമണങ്ങളും കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ യുവജനങ്ങളുടെയും ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള അവരുടെ എളിയ ആവശ്യം സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കാതെ അവരെ അടിച്ചമർത്താനാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാവമെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുൻപ് ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പൈൻസിലും മഡഗാസ്കറിലും മൊറോക്കോയിലും പെറുവിലും അതുപോലെ മെക്സിക്കോയിലും പല സമയങ്ങളിലായി ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജൻസി നടത്തിയ ബഹുജന പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ പറ്റാതെ അവിടുത്തെ ഗവൺമെൻറ്റുകൾ വലയുന്ന സ്ഥിതി ലോകജനത ഇതിനു മുമ്പ് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ യുവജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഉടനടി തലസ്ഥാനത്ത് നിന്ന് മാറ്റി അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.